മത്സ്യത്തൊഴിലാളികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളവരൊന്നുമില്ല. എന്റെ പൊന്നുമക്കളെ എല്ലാ വർഷവും 4, 2, 3 അങ്ങനെ അവരൊന്നും സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് ആർക്കും സംസാരിക്കാം ഇറങ്ങിയതല്ലേ ഉള്ളൂ. പക്ഷേ അവര് പള്ളിത്ര എത്തിപ്പറ്റുന്ന രണ്ടുപേരെ പോയ 4 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള പരിശ്രമം രാവിലെ മുതൽ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കിട്ടിയിട്ടുണ്ട്. ബാക്കി 3 പേരിലുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോണിയർ വിമാനവും ഹെലികോപ്റ്ററും കോസ്റ്റ് ഗാർഡും ആ സമയം മുതൽ തന്നെ അവരുടെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ തന്നെ എത്തുന്നതാണ്. അവർ വന്നതിന് ശേഷം കൂടുതലായിട്ട് പരിശ്രമം അവർ നടത്തുന്നതാണ്. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റൽ പോലീസും അവരും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടത്തിൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാർ, പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ അധികൃതർ എല്ലാ വിഭാഗവും ഇവിടെ എത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സ്വാഭാവികമായിട്ടും 4 വിലപ്പെട്ട ജീവൻ അവരെ കണ്ടുകിട്ടാനുള്ള പരിശ്രമം നടത്തണമെന്നൊരു വികാരമുണ്ട്. സ്വാഭാവികമായിട്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പുലിമുട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ആവശ്യം കുറേ നാളിലുള്ളതാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ പോയതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ആ പുലിമുട്ട് സ്ട്രെങ്തൻ ചെയ്ത് മൗത്ത് കുറേ കൂടി വൈഡൻ ചെയ്യുന്നതെന്നുള്ളതാണ് പൊതുവായിട്ട് മത്സ്യത്തൊഴിലാളിയുടെ ആവശ്യം. ആ ആവശ്യത്തെക്കുറിച്ച് അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരങ്ങൾ ശാശ്വതമായ പരിഹാരമാണ്. പക്ഷെ താൽക്കാലികമായൊരു അടിയന്തരമായിട്ട് ഈ കാണാതെ പോയവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യമായ എല്ലാ പരിശ്രമങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാലത്തെ പോലെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഹെലികോപ്റ്ററും ഡോണിയറും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ സംവിധാനവും എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. സ്കൂബ ഡൈവേഴ്സ് ഇവിടെ ഏതാനും 5 മിനിറ്റിന് എത്തുന്നതാണ്. അവർ വന്നാൽ അവരും കൂടെ പരിശ്രമിക്കും. കൂട്ടായ പരിശ്രമത്തിലൂടെ അവരെ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഗവൺമെന്റിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുവാൻ ഉള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് പിന്നെ ചെയ്യും. ഇത് പിന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവമാണ്. ഇവിടെ നേരത്തെ ശ്രീ ആന്റണി രാജു മന്ത്രി പറഞ്ഞതുപോലെ ആ കുടുംബത്തോടുള്ള അഗാധമായ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് കാണാതായ മറ്റു 3 പേരെ കൂടി കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ അദാലത്ത് പൂർത്തിയാക്കാതെ നിർത്തിവെച്ചാണ് ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ 3 മന്ത്രിമാരും MLA ശ്രീ വി ജോയി അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തിയത്. ജില്ലാ കളക്ടറും RDO നേരത്തെ തന്നെ ആദ്യം തന്നെ RDO ഇങ്ങോട്ട് അയക്കുകയും ഇതിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള ഇടപെടലിന് വേണ്ടിയാണ്. പക്ഷേ ഇതിൽ വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഇവിടെ നടന്നത് സ്വാഭാവികമാണ് ഉണ്ടാകുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ആദ്യം ഈ 3 പേരെ കാണാതായ 3 പേരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാളിനെ കണ്ടെത്തി, കുഞ്ഞുമോനെ കണ്ടെത്തി, ബാക്കി 3 പേരെയും കണ്ടെത്താനാണ്. അവരോടൊപ്പമാണ് ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും എല്ലാം നിൽക്കുന്നത്. അത് കണ്ടെത്തിക്കൊണ്ട് മറ്റ് ഇവിടെ വന്ന ആശങ്കകളായിട്ടുള്ള വിഷയങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്താൻ ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ആ നിലയിൽ ഈ വിഷയങ്ങളെ കാണണമെന്നാണ് പറയാനുള്ളത്. അനാവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരം വിനിയോഗിക്കാൻ പാടില്ല. ഇത് ഈ ദുഃഖത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഇതിനെ കണ്ടെത്തി ഇത് ഇത്തരത്തിലുള്ള അവസ്ഥ. നാല് പേര് വെച്ചുള്ള 4 ഇപ്പൊ ഇത്രയും നടന്നപ്പോഴത്തേക്ക് ഇതുവരെ സാറ് പറഞ്ഞിട്ട് CSR മറ്റേ സതീഷ് സാറ് പറഞ്ഞിട്ട് 2 ബോട്ട് വന്നു പറഞ്ഞു. ബഹളം വെച്ചിട്ടല്ല, അല്ല, സ്കൂബ ഡൈവേഴ്സ് വരണം സാർ. ഒരു കാര്യങ്ങൾ പറയട്ടെ, റീസൺ നമുക്ക് ആവശ്യമുള്ള കാര്യം പറയാം. സ്കൂബ ഡൈവേഴ്സ് 2 പേര് വന്ന 2 പേരും സാറ് പറഞ്ഞു, സാറല്ലേ പറഞ്ഞു, 2 പേര് വന്നിട്ട് നോക്കട്ടെ ബോട്ടോടെ നോക്കട്ടെ. പക്ഷെ നമുക്ക് ഫർദർ തീരുമാനം ഈ മുട്ട വലുതാക്കുന്നുണ്ട്. ഇരുന്നിട്ട് പറഞ്ഞ വേറൊന്നുമല്ല, 50 മീറ്റർ നീളം കൂട്ടി, 50 മീറ്റർ നീളം കൂട്ടി മൗത്ത് കൊല്ലം പോലെ വലുതാക്കാം. ഈ താഴെ ഇറങ്ങി കിടക്കുന്ന, അതായത് 90 മീറ്ററാണ് വരെ DPR ഉള്ളത്. ഈ 90 മീറ്റർ ഇല്ല, ഏകദേശം 40 മീറ്റർ അവിടെ നിന്ന് ഇറങ്ങി, ഇവിടുന്ന് 10 മീറ്റർ ഇറങ്ങി, ഇപ്പോൾ 40 മീറ്റർ ഉള്ളൂ മാക്സിമം. ഈ വലിയ വെള്ളം ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും കയറാൻ നോക്കൂല. വലിയ വെള്ളം ഇന്ന് പോയില്ല, പക്ഷേ കൊച്ചു വെള്ളമാണ് പോയത്. ഈ മണ്ണടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഈ ഉള്ളിക്കടലിൽ നിന്ന് വരുന്ന കടൽ തെര എപ്പോഴും പൊങ്ങും. അറിയാം, നമ്മൾ കടപ്പുറത്തേരാണ്, അറിയാമല്ലോ. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് ഈ കൊച്ചു വെള്ളം ഒരു വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളം പോയപ്പോൾ 4 പേര് പോയി. പോട്ടെ, ഈ 4 വെള്ളം പോയപ്പോൾ 4 പേര് പോയപ്പോഴത്തേക്ക് ഒരാളെ ഉൾക്കടൽ 10 മാറുന്നാണ് എടുത്തത്. ഈ വെള്ളം CSRനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് സാറ് അവരെ കോസ്റ്റൽ പോലീസ് വന്നവരെ 10 മാർ 20 മാർ നോക്കാൻ പറഞ്ഞത്. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇത് 50 മീറ്റർ നീളം കൂട്ടിയിട്ട് മൗത്ത് കൊല്ലം പോലെ വലുതാക്കണം. ഇത് എഴുതി കൊടുത്ത് കളക്ടർ ഇവിടെ വന്ന് കളക്ടർ ജോയി MLA ടെട്രാപേഡ് വലുതാക്കണം എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന കല്ലെടുത്ത് വെച്ചാൽ മതി.
പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ നോക്കാനുള്ള അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നത്.